ഈ ഒരൊറ്റ ചിരിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പൂക്കി CM ആയത്. രസകരമായ ചിരിയിലേക്ക് മുഖ്യമന്ത്രി നയിച്ചതാകട്ടെ വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ചൊരു ചോദ്യമായിരുന്നു. മുഖ്യന്റെ പൂക്കി എക്സ്പ്രഷൻ ഇക്കാര്യത്തിൽ വാഹനപ്രേമികൾക്കും ജൻസികൾക്കും വലിയ പ്രതീക്ഷയേകി. മോഡിഫിക്കേഷനിൽ വമ്പൻ ഇളവുകൾ പ്രതീക്ഷിച്ചവർക്ക് പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ നിരാശയാണ് ബലം. സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം വാഹനങ്ങളിൽ ഏതെല്ലാം മോഡിഫിക്കേഷൻ ആകാമെന്ന ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ടാണ് വാഹനപ്രേമികളെ നിരാശരാക്കിയത്. സീറ്റ് കവറും ഫ്ലോർ മാറ്റും വരെ മോഡിഫിക്കേഷൻ പട്ടികയിൽ കണ്ടതിന്റെ ഞെട്ടലിലാണ് പലരും. നാളിന്നുവരെ തങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്നത് ഒരു ഹെവി മോഡിഫൈഡ് വാഹനമായിരുന്നുവെന്ന് പലർക്കും വിശ്വാസവും വന്നിട്ടില്ല. അനുമതി കൂടാതെ ചെയ്യാവുന്ന 18 തരം മോഡിഫിക്കേഷനുകൾ, പ്രത്യേക അനുമതിയോടെ മറ്റു ചില മോഡിഫിക്കേഷനും വാഹനങ്ങളിലാകാമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ ശുപാർശ. എന്നാൽ ഇതിൽ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങൾക്കും നേരത്തെ മൗനാനുവാദം ഉള്ളതാണെന്നും ഇതൊന്നുമല്ല മോഡിഫിക്കേഷൻ എന്നുമാണ് വാഹനപ്രേമികളുടെ ആക്ഷേപം. മാസത്തിൽ ഒരിക്കലെങ്കിലും വാഹനം കഴുകാൻ അനുമതിയുണ്ടോ, സീറ്റ് ബെൽറ്റ് ഇടാൻ പ്രത്യേക അനുമതി വേണോ, കീ ചെയിൻ വെക്കാൻ അനുമതിയുണ്ടോ തുടങ്ങി സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയകളിൽ ട്രോളോട് ട്രോളാണ്. ഏതായാലും ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം വാഹനങ്ങളിൽ വരുത്താവുന്ന മോഡിഫിക്കേഷനുകൾ ഏതെല്ലാമാണെന്ന് ഒന്ന് വിശദമായി നോക്കാം. സീറ്റുകൾ സംരക്ഷിക്കാനും ഭംഗി കൂട്ടാനും വാഹനങ്ങൾക്ക് സീറ്റ് കവർ വെക്കാം. ഫ്ലോർ മാറ്റ് വേണമെങ്കിൽ അതും വാങ്ങിച്ചിടാം. തീർന്നില്ല, പതിവായി ഭൂരിഭാഗം പേരും വാഹനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന സ്റ്റിയറിംഗ് വീൽ കവർ, ഡോർ വൈസർ, മഡ് ഫ്ലാപ്പ്, ക്രോം ഗാർണിഷ് എന്നിവയും മോഡിഫിക്കേഷനായി കണ്ട് ധൈര്യമായി ഫിറ്റ് ചെയ്യാം. വാഹനം അപകടത്തിൽപ്പെട്ടോ വഴിയിൽ കുടുങ്ങിയാലോ കെട്ടിവലിക്കാൻ ടോഹുക്സിനും ലഗേജുകൾ കൊണ്ടുപോകാൻ റൂഫ് കാരിയേഴ്സിനും അനുമതിയുണ്ട്. അഡീഷണലായി അധിക സ്പീക്കറുകൾ, ആംബിയൻ ലൈറ്റിംഗ്, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയും ഉൾപ്പെടുത്താം. 50% സുതാര്യമായ സൺഫിലിമും ഒട്ടിക്കാം. ബോഡി സ്റ്റിക്കറുകൾക്കും അനുമതിയുണ്ട്. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാവുന്ന തരത്തിൽ മാന്യമായ സ്റ്റിക്കറുകളാകണമെന്ന് മാത്രം. ഇതെല്ലാം ഗതാഗത വകുപ്പിന്റെ അനുമതിയില്ലാതെ വാഹന ഉടമകൾക്ക് തന്നെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകളാണ്. നിശ്ചിത തുക ഫീസടച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയോടെ വാഹനങ്ങളുടെ നിറം മാറ്റാം. ഇത് RC രേഖപ്പെടുത്തണം. കൂടാതെ LPG, CNG കിറ്റ് എന്നിവയും വെക്കാം. ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കുന്നത്, വാഹനം ഇലക്ട്രിക് ആക്കി മാറ്റുന്നത്, എഞ്ചിൻ മാറ്റുന്നത്, ഷാസി ഫ്രെയിം മാറ്റുന്നത് എന്നിവയെല്ലാം പ്രത്യേക അനുമതിയോടെ ചെയ്യാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെയാണ് വാഹനപ്രേമികൾ നിരാശരാകുന്നത്. കാരണം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും നേരത്തെ തന്നെ പൊതുവെ അംഗീകരിക്കപ്പെട്ടവയാണ്. സ്റ്റിക്കർ വർക്കിന് പുറമെ ഈ പട്ടികയിൽ എന്താണ് പുതുമ എന്നാണ് വാഹനപ്രേമികൾക്ക് അറിയേണ്ടത്. അതായത് ഇതിനപ്പുറമുള്ള ഒരു രൂപമാറ്റവും നിലവിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം സാധ്യമല്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമവും സുപ്രീം കോടതിയുമെല്ലാം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വാഹനപ്രേമികളുടെ ആഗ്രഹങ്ങൾക്ക് എതിരാണ്. ഒരു വാഹനം നിർമ്മാണം കഴിഞ്ഞ് കമ്പനി പുറത്തിറക്കുമ്പോൾ എങ്ങനെയാണോ അതിൽ നിന്നൊരു രൂപമാറ്റവും അനുവദിക്കാനാകില്ലെന്നാണ് 1988 മോട്ടോർ വാഹന നിയമം വകുപ്പ് 52 പറയുന്നത്. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളിലെ രൂപമാറ്റത്തിന് അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് തള്ളി 2019 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഇത്തരം നിയമ തടസ്സങ്ങളെല്ലാം മറികടന്ന് പുതിയ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എങ്ങനെ മോഡിഫിക്കേഷൻ സാധ്യമാക്കാനാകുമെന്ന ചോദ്യം നിയമവിദഗ്ധർ പലവട്ടം ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ പുറത്തുവന്ന ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ടും അതേ യാഥാർത്ഥ്യമാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതായത് വാഹനപ്രേമികൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ബോഡി കിറ്റുകൾ, കാര്യമായ രൂപമാറ്റങ്ങൾ, വലിയ സസ്പെൻഷൻ മാറ്റങ്ങൾ, ഡിസൈൻ മാറ്റങ്ങൾ എന്നിവയ്ക്ക് പുതിയ സർക്കാരും അനുമതി നൽകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കും കേട്ട് മോഡിഫിക്കേഷനായി കാത്തിരിക്കുന്നവർ ഏതായാലും അതേ ഇരിപ്പ് തന്നെ ഇരിക്കേണ്ടി വരും. അപകടകരമായ തരത്തിലുള്ള മോഡിഫിക്കേഷൻ വാഹനങ്ങളിൽ അനുവദിക്കരുത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഫ്ലോർ മാറ്റും സീറ്റ് കവറും വരെ വലിയ മോഡിഫിക്കേഷനായി കണക്കാക്കുന്നതിലെ ഔചിത്യമാണ് പലരും ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും അന്തിമ തീരുമാനം കൂടി വരാനുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ ശുപാർശ സർക്കാർ അതേപടി അംഗീകരിക്കുമോ, അതോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്. സർക്കാരിന്റെ അന്തിമ നിലപാടിനായി കാത്തിരിക്കുകയാണ് വാഹനപ്രേമികൾ.